ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു ഐസാണ്. ഐസ് എന്ന് പറയുമ്പോൾ ഇതൊരു ഫ്ലേവേർഡ് ഐസാണ്. ഇതൊരു ഫ്രോസൺ പൈനാപ്പിൾ ക്രഷ് എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. ഫ്രോസൺ പൈനാപ്പിൾ ക്രഷ് എന്ന് പറയുമ്പോൾ ഇതിൽ പൈനാപ്പിൾ ഉണ്ടാവും, പിന്നെ ഇത് നല്ല ഐസ് പോലെ നമ്മൾ കട്ടിയാക്കിയിട്ട് ഫ്രോസൺ ആക്കിയിട്ട് പിന്നെ ക്രഷ് ചെയ്ത് കഴിക്കുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ ഐസ് ക്യാൻഡിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ക്യാൻഡി ഫോമിലല്ലാന്നേ ഉള്ളൂ, നമ്മൾ ചിലപ്പോൾ ഒരു ബൗളിലിട്ടായിരിക്കും കഴിക്കുന്നത്. വളരെ സ്വാദാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വലിയ ഇഷ്ടമാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഫ്രോസൺ പൈനാപ്പിൾ ക്രഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൈനാപ്പിൾ ചെറുതായി കുത്തി അരിഞ്ഞ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് 1 കപ്പ്, വെള്ളം 4 കപ്പ്, പഞ്ചസാര 1.5 കപ്പ്, നാരങ്ങയുടെ നീര് 3 ടേബിൾ സ്പൂൺ. ഈ ഫ്രോസൺ പൈനാപ്പിൾ ക്രഷ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ. കണ്ടില്ലേ, വെള്ളം, പഞ്ചസാര, പൈനാപ്പിൾ ക്രഷ് ചെയ്തെടുത്തത്, നാരങ്ങാനീര്, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു വലിയ പൈനാപ്പിളിൻ്റെ നേരെ പകുതി, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അങ്ങനെ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് ചതഞ്ഞ് കിട്ടും, അതാണ് വേണ്ടത്. അപ്പോൾ ക്രഷ്ഡ് ആവും. അപ്പോൾ അത് ഏതാണ്ട് 1 കപ്പ്. ഒന്നിൽ കൂടുതലായാലും കുഴപ്പമില്ല, 1.25 കപ്പോ 1.5 കപ്പ് ആയാലും പ്രശ്നമൊന്നുമില്ല. ഞാനൊരു കണക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ, 1 കപ്പ്. പിന്നെ പഞ്ചസാര 1.5 കപ്പ്, 4 കപ്പ് വെള്ളം, നാരങ്ങാനീര് 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കും. അതും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അതിൻ്റെ പുളി കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. ഇനി അടുപ്പ് കത്തിക്കാം. അതിലേക്ക് ആദ്യം 4 കപ്പ് വെള്ളം. ഈ 4 കപ്പ് വെള്ളത്തിലേക്ക് 1.5 കപ്പ് പഞ്ചസാര. ഇതൊന്ന് അലിയുന്നവരെ ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ പഞ്ചസാര അലിഞ്ഞ് ഒന്ന് വന്നു കഴിയുമ്പോൾ ഒരു ഷുഗർ സിറപ്പാകും. അപ്പോൾ നമ്മളിത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കുക മാത്രമല്ല, ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ചിൽഡാക്കണം, നല്ല തണുപ്പിക്കണം. തണുപ്പിച്ച് കഴിഞ്ഞിട്ട് ഫ്രോസൺ ആക്കണ്ട, ഒന്ന് തണുപ്പിക്കുക. തണുപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളതിലേക്ക് നാരങ്ങാനീരും ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളും ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ പഞ്ചസാര ലായനി തയ്യാറാക്കാം. പഞ്ചസാരയും വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് അലിയിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ഇതൊരു ഷുഗർ സിറപ്പായിട്ട് മാറി തിളച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആദ്യം ഫാനിൻ്റെ താഴെ വെച്ചൊന്ന് തണുപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചില്ല് ചെയ്ത് കിട്ടും. പെട്ടെന്ന് തണുപ്പിച്ചെടുക്കുക, നല്ല ഐസ് വാട്ടർ പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് അത് പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മൾ പൈനാപ്പിൾ ക്രഷ് ചെയ്തതും നാരങ്ങാനീരും ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ചില്ല് ചെയ്തെടുക്കാം, കുറച്ചുകൂടി ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നല്ല ചിൽഡായി കഴിഞ്ഞാൽ, അതായത് നല്ല തണുത്ത ഐസ് വാട്ടർ പോലെ തണുത്തിരിക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിലേക്ക് പൈനാപ്പിൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് 1 കപ്പാകാം, 1.5 കപ്പാകാം, ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇതിപ്പോൾ 1 കപ്പാണ്. പൈനാപ്പിൾ ക്രഷ്ഡ് ചേർക്കുന്നു. ക്രഷ്ഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ച് ചാറുണ്ടാവും, പിന്നെ അതിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും ക്രഷ്ഡ്. പിന്നെ അതിൻ്റെ കൂടെ നാരങ്ങാനീര് ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കും. 3 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ചേർത്തു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, ഇത് ഫ്രീസറിലേക്ക് വെക്കുക. അപ്പോൾ ഇതൊന്ന് സെറ്റാവും, കുറച്ചൊന്ന് കട്ടിയായി തുടങ്ങും. ഒരു പകുതി കട്ടിയാവുമ്പോൾ വീണ്ടും എടുത്ത് ഒന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചിട്ട് വീണ്ടും ഫ്രീസറിൽ കയറ്റുക. എന്നിട്ട് നല്ല കട്ടിയാകാനായിട്ട് സമയം കൊടുക്കുക. നല്ല കട്ടിയായി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ ഇങ്ങനെ കുത്തി ഇളക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കത്തി വെച്ച് ഇങ്ങനെ ഇളക്കിയാൽ അതിങ്ങനെ വലിയ എന്താ പറയുക, ഒരു ഐസ് കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇളകി വരും. വേണമെങ്കിൽ അതേ രൂപത്തിൽ തന്നെ നമുക്ക് ബൗളിലാക്കിയിട്ട് സെർവ് ചെയ്യാം. അങ്ങനെ സെർവ് ചെയ്ത് കഴിഞ്ഞാലും അത് കഴിക്കുന്ന ആൾക്കാർ അതിനിങ്ങനെ ക്രഷ് ചെയ്തിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ വെച്ച് പീസസ് ആയിട്ട് അതിനിങ്ങനെ കുത്തി ഒരു ക്രഷ്ഡ് ഐസ് പോലെ ആക്കണം. എന്നിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുക. അപ്പോൾ നല്ല സ്വാദായിരിക്കും. അപ്പോൾ ഇതിനി എന്താ ചെയ്യേണ്ടത്, ഇതിനെ നമുക്ക് ഫ്രീസറിൽ വെച്ചൊന്ന് ഫ്രോസൺ ആക്കി എടുക്കണം. ഇതിന് കുറച്ചുകൂടെ ഒരു വ്യത്യസ്തമായൊരു ഫ്ലേവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പുതിനയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു മിൻറ്റ് ഫ്ലേവറും കൂടി കിട്ടും. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇതിൽ വേറെ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേർത്തിട്ടില്ല, ഒരു കളറിങ് ഏജൻറ്റോ എസെൻസോ ഒന്നും ചേർത്തില്ല. ഇതിന് എന്ത് സ്വാദുണ്ടെങ്കിലും അത് അതിൻ്റെ സ്വാഭാവികമായ സ്വാദാണ്. പൈനാപ്പിളിൽ നിന്ന് കിട്ടുന്ന ഒറിജിനൽ മണവും സ്വാദുമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന് നമ്മളൊന്ന് ഫ്രോസൺ ആക്കുന്നു, അത് കഴിഞ്ഞിട്ട് വിളമ്പുന്നു. അപ്പോൾ നമ്മുടെ ഫ്രോസൺ പൈനാപ്പിൾ ക്രഷ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ഫ്രോസൺ ആയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ കുത്തി ഇളക്കി വലിയ ചങ്കി പീസസ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഫ്രോസൺ ആകുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും, ശരിക്കും ഐസ് പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മളിനി വിളമ്പുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, കണ്ടില്ല, ഒരു ലൈറ്റ് യെല്ലോ കളറാണ്. ഞാൻ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ചേർത്തിട്ടില്ല, അത് കാരണമാണ് ഈ കളർ, ഒരു ലൈറ്റ് യെല്ലോ കളർ. അത് ആ പൈനാപ്പിളിൻ്റെ ഒറിജിനൽ കളറാണ്.
പക്ഷേ എനിക്ക് ഐസ് എടുത്ത് കഴിക്കുന്നുണ്ടല്ലേ, ഐസ് ഇങ്ങനെ വലിയ വലിയ ഐസിൻ്റെ പീസസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ട്രേസ്, മോൾഡ്, പല പല ഷേപ്പിലുള്ള മോൾഡ് വാങ്ങാൻ കിട്ടും. അതിനകത്ത് ഒഴിച്ച് വെച്ചാൽ ആ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാനൊരു മോൾഡിൽ ഒരു വെറൈറ്റി മോൾഡിൽ ഉണ്ടാക്കി. അപ്പോൾ അതിൽ നിന്ന് ഇളക്കിയെടുത്തത് ഈ ഒരു ഷേപ്പ്, അത് ഏറ്റവും മുകളിൽ വയ്ക്കാം. കണ്ടല്ലോ, ഇതൊരു ഷേപ്പ്. ഇത് ഏത് ഷേപ്പിലുള്ള മോൾഡാണോ അതനുസരിച്ചിട്ട്. പിന്നെ ഇത് വേണമെങ്കിൽ നമ്മുടെ സ്ക്വയർ മോൾഡുകളിൽ ഉണ്ടാക്കി വെച്ചാൽ സ്ക്വയർ ഷേപ്പിലുള്ള ഐസസ് ആയിട്ട് ഇങ്ങനെ എടുക്കാൻ സാധിക്കും. എന്തായാലും ഇത് ഫ്ലേവേർഡ് ഐസാണ്. നല്ല പൈനാപ്പിളിൻ്റെ സ്വാദാണ്, ആവശ്യത്തിന് മധുരമുണ്ട്, തണുപ്പുണ്ട്. കുട്ടികൾക്കൊരു ഐസ് ക്യാൻഡി കഴിച്ചുകൊണ്ട് നടക്കുന്ന പോലെ കഴിക്കാൻ സാധിക്കും. ഉണ്ടാക്കാൻ വളരെ എളുപ്പം. ഫ്രീസറിലിരുന്നാൽ എത്ര ദിവസം വേണമെങ്കിലും കേടാകാണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് ഒരു ബേക്ക്ഡ് ഐറ്റാണ്. അതൊരു പുഡിങ്ങിൻ്റെ കാറ്റഗറിയിൽ കൊണ്ടുവരാമെങ്കിൽ അതൊരു വ്യത്യസ്തമായ ഐറ്റാണ്. കാര്യം ഒരു മധുരവുമുണ്ട്, ഇടയ്ക്ക് ഒരു ചീസിൻ്റെ ഒരു ചെറിയൊരു സോൾട്ടി ടേസ്റ്റ്. ടോസ്റ്റ് ആൻഡ് ചീസ് പൈ എന്ന് പറയാം, അല്ലെങ്കിൽ ടോസ്റ്റ് ആൻഡ് ചീസ് പുഡിങ് എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പോൾ അതും പരീക്ഷിച്ച് നോക്കുക. അത് ബേക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അത് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു വ്യത്യസ്തമായ ഒരു വിഭവമായിരിക്കും. പിന്നെ രണ്ടാമത് കാണിച്ചതാണെങ്കിലും ഒരു ഫ്രോസൺ ഐസ് ഐറ്റമാണ്. അപ്പോൾ ഫ്രോസൺ പൈനാപ്പിൾ ക്രഷ്, അത് ക്രഷ് ചെയ്ത് ഇങ്ങനെ ഐസ് ക്രഷ് ചെയ്ത് കഴിക്കുന്ന പോലെ ഒരു പ്രത്യേക രീതിയിൽ കഴിക്കാൻ പറ്റിയതാണ്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ ചോക്ലേറ്റിൻ്റെ പീസസും കൂടി ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കഴിക്കുകയാണെങ്കിൽ അത് മറ്റൊരു രുചിയായിട്ട് മാറും. എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഈ 2 വിഭവങ്ങളും ഇഷ്ടമാവും.